ഈ നീറ്റിന്റെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒരു ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നടത്തുന്ന ഒരു എക്സാമിൽ പോലും അവർക്ക് വേണ്ടത്ര ഒരു ഗൗരവം കാണിക്കാൻ പറ്റിയില്ല എന്നിടത്ത് നേരത്തെ ജിഷ്ണു പറയുന്ന പോലെ അവർ ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ട്. നെറ്റിന്റെ കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇങ്ങനൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് നീറ്റ് ഇത്രയധികം വലിയ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇത് വളരെ എളുപ്പം സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഇവർ കടന്നു പോകുകയാണ്. വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിനെയാണ് ഇവിടുത്തെ സർക്കാരും ഈ പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലുള്ള ഓട്ടോണമിയുള്ള അതോറിറ്റികളും ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും NTAയുടെ വെബ്സൈറ്റിൽ നെറ്റ് ക്യാൻസൽ ചെയ്തു എന്നൊരു നോട്ടിഫിക്കേഷനോ ഒരു പുതിയ വാർത്തയോ ഒരു കാര്യവും റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. കാരണം ഇപ്പോഴും NTA ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. രാജ്യത്ത് മറ്റൊരു പരീക്ഷ കൂടി സംശയത്തിന്റെ നിഴലിലാവുകയാണ്. 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയെന്ന കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇന്നലെ രാത്രിയാണ്. നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം അതേ ഏജൻസി നടത്തുന്ന മറ്റൊരു പരീക്ഷ കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന സംവിധാനം തന്നെ പൂർണ്ണമായും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതില്ലേ? റിസ്വാൻ ശരിക്കും ഈ പരീക്ഷയുടെ ഒരു രക്തസാക്ഷി കൂടിയാണ്. ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ തോന്നും. അതായത് കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതിയ ആളാണ് റിസ്വാൻ. അപ്പോൾ നെറ്റ് എക്സാം എഴുതി തൊട്ടടുത്ത ദിവസം തന്നെ പറയുന്നു എക്സാം റദ്ദാക്കിയിരിക്കുകയാണ്, അത് വീണ്ടും റീടെസ്റ്റ് നടത്തും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ സൈബർ ക്രൈംസിൻ്റെ വിഭാഗത്തിൽ നിന്നും ഒരു റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷ മാറ്റിവെക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നെറ്റ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓൾ ഇന്ത്യ ടെസ്റ്റ് മാറ്റിവെക്കുന്നത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഇതേ ഏജൻസി തന്നെ കുറച്ച് മുമ്പേ നടത്തിയ ജൂൺ 4 റിസൾട്ട് വന്ന നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു. ഗ്രേസ് മാർക്ക് നൽകിയ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഏജൻസി ചിഹ്നത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വീണ്ടും അതേ ഏജൻസി നടത്തിയ മറ്റൊരു പരീക്ഷ കൂടി. നമ്മൾ നീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ നമ്മൾ നെറ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു. നെറ്റ് പിൻവലിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ പേപ്പർ ആൻഡ് പെൻ മോഡലിലേക്ക് മാറി, അതായത് OMR ഷീറ്റിൽ എക്സാം മാറിയ ആദ്യത്തെ എക്സാമാണിത്. അതായത് കഴിഞ്ഞ 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് ഓൺലൈനായിരുന്നു. മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓൺലൈനിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി OMR ഷീറ്റിലേക്ക് മാറ്റുകയും ഒറ്റ ദിവസം കൊണ്ട് എല്ലാ സബ്ജക്റ്റിൻ്റെ പരീക്ഷ നടത്തുകയും ചെയ്ത ആദ്യത്തെ എക്സാമാണിത് NTA വന്നതിന് ശേഷം. അതായത് അത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷാ പ്രോസസ്സായിരുന്നു നേരത്തെ നെറ്റ്. പക്ഷേ ഇപ്പോൾ അത് രണ്ട് ഷിഫ്റ്റ് മാത്രമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് നടത്തുന്ന രീതിയിലേക്ക് അത് മാറ്റി. അപ്പോൾ ശരിക്കും എന്താ റിസ്വാൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന്, ഇതിനുള്ള തയ്യാറെടുപ്പിൽ നിന്നും ഒക്കെ ഉണ്ടായ ഒരു വലിയ നിരാശയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എങ്ങനെ ഇത് വിലയിരുത്തുന്നത്? ഇത് ആദ്യമേ, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ റദ്ദാക്കുന്നു, എത്ര സിമ്പിളായിട്ട് എത്ര ലാഘവത്തോടെയാണ്, അതായത് 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ എക്സാമാണിത്. അത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്ന ഒരു എക്സാം, ഒരു എൻട്രൻസ് എക്സാം, നെറ്റ് പോലെയുള്ള അല്ലെങ്കിൽ നെറ്റ് ഈ തവണത്തെ എക്സാം കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം, ഇത്തവണ PhD അഡ്മിഷന് പോലും നെറ്റിന്റെ സ്കോർ മാനദണ്ഡമാക്കിയതിന് ശേഷം നടന്ന ആദ്യത്തെ UGC നെറ്റ് എക്സാമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു എക്സാം വളരെ സിമ്പിളായിട്ട് വളരെ ലാഘവത്തോടു കൂടി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. NTA പോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒന്നാമതേ അവർ സംശയത്തിന് നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ എക്സാം നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഒരു എക്സാമിലും വീണ്ടും പാളിച്ച പറ്റുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇത് റദ്ദാക്കിയ ഒരു രീതി ഉണ്ടല്ലോ. അതായത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് രാത്രി എനിക്ക് ഒരു 10-9:30 ശേഷമായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു, പരീക്ഷയുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇത് റദ്ദാക്കി കളയുന്നു പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ലാഘവത്തോടു കൂടി ഇത്രയും 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ എക്സാം അവരുടെ കഠിനാധ്വാനത്തിന്റെ ഒരു അവസാന അവരുടെ അതിന്റെ ഒരു റിസൾട്ട് വരുന്ന ഒരു സമയത്ത് അവരെല്ലാവരും ആശ്വസിച്ചിരിക്കുകയാണ്. എക്സാം എഴുതി നല്ലപോലെ എക്സാം എഴുതി എന്നുള്ള പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ഇനി എനിക്ക് നെറ്റ് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ JRF എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം അവരുടെ ഒരു അത്രത്തോളം മാസങ്ങളോളം നീണ്ട ഒരു പ്രയത്നത്തിന്റെ ഒടുവിൽ അവർ എക്സാം എഴുതി കഴിഞ്ഞു. എന്നിട്ട് അതിന്റെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ്, ഈ എക്സാം റദ്ദാക്കുന്നു
എന്നുള്ള രീതിയിൽ അത് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതായത് വളരെ സിമ്പിളായിട്ടാണ് അവർ ഈ ഒരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നീറ്റിന്റെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒരു ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നടത്തുന്ന ഒരു എക്സാമിൽ പോലും അവർക്ക് വേണ്ടത്ര ഒരു ഗൗരവം കാണിക്കാൻ പറ്റിയില്ല എന്നിടത്ത് നേരത്തെ ജിഷ്ണു പറയുന്ന പോലെ അവർ ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ട്. അതായത് നേരത്തെ CBSE ആയിരുന്നു ഈ എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം 2018 NDA വരുന്നത് ക്രെഡിബിലിറ്റിയും ഇതിന്റെ ഒരു ട്രാൻസ്പെറൻസിയും ഒക്കെ വേണം, എക്സാമിന് കൂടുതൽ ട്രാൻസ്പെറന്റ് ആവണം, സുതാര്യത വേണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ ക്രെഡിബിൾ ആണ്, വിശ്വാസയോഗ്യമാവണം, അല്ലെങ്കിൽ ഇത് കുറച്ച് കൂടി സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസി ആയിരിക്കണം നടത്തേണ്ടത് എന്നുള്ള എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചിട്ടാണ് NDAയിലേക്ക് ഇത് മാറുന്നത്, എക്സാം കൈമാറുന്നത്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ നേരത്തെ ജിഷ്ണു പറയുന്നതിനകത്ത് വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മാസം NDA നടത്തിയ രണ്ടാമത്തെ എക്സാമാണ് മാറ്റിവെക്കുന്നത്. നീറ്റ് നേരത്തെ മെയ്യിൽ നടന്നു. ജൂണിൽ നടത്തിയ BEdന് വേണ്ടിയിട്ടുള്ള നാഷണൽ കോമൺ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അത് ജൂൺ 12-നാണ് നടന്നത്. ജൂൺ 12 നടക്കാൻ പോയപ്പോഴത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് പലയിടങ്ങളിലും പല സെന്ററുകളിലും കൃത്യമായി എക്സാം നടന്നില്ല എന്നുള്ളതിന് പേരിൽ അതും റദ്ദാക്കുകയുണ്ടായി. അതായത് ഇക്കഴിഞ്ഞ ജൂൺ 12-നാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അടുത്ത എക്സാം. അതിന്റെ ചോദ്യപേപ്പർ ലീക്ക് ചെയ്തു, ടെലിഗ്രാമിൽ അതിന്റെ ചോദ്യപേപ്പർ മുൻകൂട്ടി തന്നെ വന്നിരുന്നു എന്നുള്ളതാണ് ആരോപണങ്ങൾ വരുന്നത്. ഇത് കൺഫേംഡ് അല്ല, പക്ഷെ അങ്ങനെയുള്ള വാർത്തകളും ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എങ്ങനെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ശരിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ മുമ്പ് നെറ്റ് എഴുതിയിട്ടുള്ളതാണ്. അതായത് ഈ ഇത്തവണത്തെ നെറ്റ് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ മുമ്പ് നെറ്റ് എഴുതാറുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ആൻസർ കീ ഒക്കെ വരുന്ന സമയത്ത് പല ആളുകളും ഈ ആൻസർ കീസ് ചാലഞ്ച് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് തന്നെ കൃത്യമായി അറിയാം ഇത് തെറ്റുത്തരമാണ്, ഇവർ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം ശരി ഉത്തരം എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ചലഞ്ച് ചെയ്യപ്പെടും. ഇന്ത്യയിൽ ഇത്രയധികം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. ഈ വിദ്യാർത്ഥികളെല്ലാവരും ചലഞ്ച് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചലഞ്ച് ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇത് ചലഞ്ച് ചെയ്യപ്പെടും. ഇത് മാറി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല ഉത്തരങ്ങളും മാറി വരാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ NTAക്കെതിരെ നേരത്തെ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്കിതിൽ ഭയങ്കര കൗതുകരമായി തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ NTA എന്തിനാണ് ഇത്രയധികം മാറ്റങ്ങൾ ഓരോ സമയത്തും വരുത്തുന്നുള്ളത്. അതായത് 2019 ഞാൻ ആദ്യത്തെ നെറ്റ് എഴുതുന്ന സമയത്ത് ആണ് ഇത് ഫസ്റ്റ് ഡിജിറ്റലൈസ്ഡ് ആയി മാറുന്നത്, ഡിജിറ്റൽ ആയ രീതിയിലേക്ക് ഇത് മാറുന്നത്, ഓൺലൈൻ എക്സാമായി മാറുന്നത്. അതിനു മുമ്പ് ഇത് പേപ്പർ ആൻഡ് പെൻ ആയിരുന്നു, ഈ പറയുന്ന OMR ആയിരുന്നു. അപ്പോൾ പേപ്പർ ആൻഡ് പെന്നിൽ നിന്ന് ഡിജിറ്റൽ ആക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ആക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കുറച്ചുകൂടി സുഖമായ ആളുകൾക്ക് ഇത് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ആ ടെസ്റ്റ് ഇപ്പോൾ പരിഷ്കരിച്ച ആദ്യത്തെ ടെസ്റ്റിൽ ആദ്യം അവർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞിട്ട് ഒരു 30 minutes ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബ്രേക്ക് എടുത്ത് കളഞ്ഞു. ഇപ്പം നമുക്ക് ഒരുമിച്ച് ആ ടൈം തന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യാന്നുള്ള ഇത്. ആ ബ്രേക്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാം, വെള്ളം കുടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അത് ആദ്യം ഡിസൈൻ ചെയ്തത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഈ 3 മണിക്കൂർ കണ്ടിന്യൂസ് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അത് ആ സമയത്തെന്ന് വെച്ചാൽ ഒരാൾക്കും പുറത്തേക്ക് പോകാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ടൈം ബാലൻസ് ചെയ്യാന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡിജിറ്റലിലേക്ക് മാറ്റിയാൽ അതിനുള്ളൊരു സൗകര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും റിവ്യൂ ചെയ്യാമായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും വീണ്ടും റിവ്യൂ ചെയ്യാമായിരുന്നു. ഉത്തരങ്ങൾ സംശയമുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒരു അവസാന വട്ടം ഒന്നുകൂടി റീവിസിറ്റ് ചെയ്ത് അവസാന വട്ടം ഒന്നുകൂടി മാറ്റാനൊക്കെയുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ച് വീണ്ടും OMRലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തിനായിരുന്നു നമ്മൾ ഓൺലൈനിലേക്ക് മാറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ മാർക്കായിരുന്നു ആദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം. മാർക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എത്ര മാർക്ക് കിട്ടിയെന്ന്. മാർക്കിൻ്റെ പേരിൽ പെർസെൻറ്റേജ് കണക്കാക്കുന്നു. ആദ്യം ഈ പറഞ്ഞ നെറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഈ OMRന് മുമ്പ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു നെറ്റ്, അതായത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നു. എല്ലാവരും നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്ന പോലെ നമ്മൾ എസ്സേകളും ഷോർട്ട് എസ്സേകളും ഒക്കെ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നു. അന്ന് എന്തായാലും ഇത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. എന്നാൽ പോലും ആദ്യം ഇത് ഈ മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻ ആയി മാറിയതിന് ശേഷം ആദ്യം ഇത് മാർക്ക് വരുന്നു, മാർക്കിൽ നിന്ന് പെർസെൻറ്റേജിലേക്ക് മാറുന്നു, പെർസെൻറ്റേജ് വെച്ച് കട്ട് ഓഫ് തീരുമാനിക്കുന്നു. പിന്നെ ഒരു പോയിന്റിൽ ഇത് പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനത്തിലേക്ക് വന്നു. പെർസെൻറ്റൈൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒരാളുണ്ടാവുമല്ലോ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാലുള്ള പെർസെൻറ്റൈൽ 100 ആയിരിക്കും. അവിടെ നിന്ന് താഴോട്ടാണ് പിന്നെ വരിക. അതായത് എനിക്കിപ്പോൾ 98 ആണ് എൻ്റെ പെർസെൻറ്റൈൽ എന്ന് വെച്ചാൽ എനിക്ക് 98% മാർക്ക് കിട്ടിയെന്നല്ല അർത്ഥം.
അതായത് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്ക് 100 കൊടുക്കുന്നു, അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് 98 ആണ് എന്നാണ്. ഈ പെർസെൻറ്റൈൽ വന്നതിന് ശേഷം വലിയ കട്ട് ഓഫ് ആയിരുന്നു. പെർസെൻറ്റൈൽ വന്നതിന് ശേഷമുള്ള പല കട്ട് ഓഫുകൾ 90ക്ക് മേലെ 90 എബോവ് ആണ് കട്ട് ഓഫ് വരുന്നത്. പക്ഷെ പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന സമയത്ത് 52, 53, 56, 60 ആ റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 98, 99 ഒക്കെയാണ് ഇപ്പോൾ കട്ട് ഓഫ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റൈൽ വരുന്നതോടുകൂടി എത്രയാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയ ആൾക്ക് 100 കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന മാർക്ക് എത്രയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആൾക്കാർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നോ, എത്ര മാർക്ക് കിട്ടിയവരാണ് ടോപ്പർ എന്നോ, എത്ര മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്നോ മനസ്സിലാവാത്ത രീതിയിൽ ഇന്ന് അട്ടിമറിച്ച് കഴിഞ്ഞു നേരത്തെ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഒരു പോയിന്റിനപ്പുറം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെർസെൻറ്റൈൽ സംവിധാനം കൊണ്ടുവന്നു, ഇങ്ങനെ കുറേ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക്, ഈ പരീക്ഷയ്ക്ക് വരുന്ന കുട്ടികൾക്ക് എന്ത് ഉപകാരമാണ് ഇതുകൊണ്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ അനാവശ്യമായ ഒരുപാട് പുതിയ എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിൽ നിന്ന് വീണ്ടും OMR പോകുന്നു. അത് ആ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലാവാത്ത, അതായത് സാധാരണ ഈ OMR നിന്ന് ഓൺലൈനിലേക്ക് മാറുന്ന അതൊരു അപ്ഗ്രഡേഷൻ ആണ് സത്യത്തിൽ. അതായത് കൂടുതൽ സുഗമമാക്കുന്നു, എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് അവർക്ക് നേരത്തെ പറഞ്ഞ റീവിസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് കൂടുതൽ സൗകര്യപ്രദമാക്കുകയാണ് എക്സാം ചെയ്യുന്നത്. വീണ്ടും അത് OMR മാറ്റിയത് എന്താണെന്ന് ഞാൻ ആദ്യം സംശയിച്ചിരുന്നു ഈ വട്ടം. പിന്നെ അതുപോലെ തന്നെ ഈ നെറ്റ് എക്സാമിന്റെ ഓരോ വർഷവും ഇവർ ഫീസ് കുത്തനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇത്തവണ 1150 ജനറൽ കാറ്റഗറിക്ക് ഫീസ് വന്നത്. 1000 രൂപയായിരുന്നു ആദ്യം, പിന്നെ അത് 1150 ആവുന്നു. ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓക്കെ പൈസ അടയ്ക്കാം, പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് ഇത് തരണം, അതായത് ഉറപ്പ് തരണം നമ്മൾ എഴുതുന്നത് വാലിഡ് ആയിരിക്കും എന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ നാളെ പോയിട്ട് എക്സാം എഴുതുകയാണ്, എനിക്ക് എന്തുറപ്പുണ്ട് അതായത് എന്റെ റിസൾട്ട് വരും, അല്ലെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇത് റദ്ദാക്കില്ല എന്നുള്ള എന്തുറപ്പാണ് എനിക്കുള്ളത്? ആ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞു NTA-ന്റെ. അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഫുൾ ക്രെഡിബിലിറ്റി, അവരെ എന്ത് കൊണ്ടുവന്നോ ആ ഒരു എയിം, ആ ഒരു ലക്ഷ്യം അത് പാളിപ്പോയിരിക്കുകയാണ്. അതുപോലെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എക്സാം എഴുതിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ, ഞാൻ ജേർണലിസ്റ്റ് ആണ്, അപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ഇത് ഭയങ്കര സന്തോഷമാണ്. അവർ നല്ലപോലെ എക്സാം എഴുതി അവർക്ക് പലർക്കും JRF വരെ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പല വിദ്യാർത്ഥികളും ഇറങ്ങി വരുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഇത് റദ്ദാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും വളരെ വിഷമിച്ചുകൊണ്ട്, അതായത് അവർ ഇത്രത്തോളം എത്ര നാള്, അതായത് 3-4 മാസങ്ങളോളം കഷ്ടപ്പെട്ടിരുന്നു, ഉറക്കം ഒഴിച്ചിരുന്നു പഠിച്ചിട്ട് അവര് ഒരു എക്സാം എഴുതി അത് അവർ പാസ്സാകും എന്നുള്ള ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത് ഇതിൽ അട്ടിമറി നടന്നു, ഇത് റദ്ദാക്കുകയാണെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രത്തോളം, അതായത് ഈ പറയുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവരുടെ ഒരു കഠിനാധ്വാനത്തെ ഒരു തരത്തിലും മാനിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരുടെ ഒന്നുമില്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ട ഒരു സംഭവം നടന്നു കഴിഞ്ഞു. നീറ്റ് എക്സാമിനുള്ള സ്കാം അത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ചോദ്യ പേപ്പർ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നിട്ടും NTA ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതിനെ പറ്റിയിട്ട്. കൂടുതൽ കൺഫർമേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത്രയും ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നടത്തുന്ന എക്സാമിൽ പോലും ഇവർക്ക് കൃത്യമായിട്ട് എല്ലാ രീതിയിലും സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് ഏജൻസി എന്നാണുള്ള ചോദ്യം. അതെ, അതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ NTA സംബന്ധിച്ചിടത്തോളം NTA ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് NTA-യുടെ വെബ്സൈറ്റിൽ യാതൊരു പുതിയ നോട്ടിഫിക്കേഷൻ കൊടുത്തില്ല. ഈ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ മാത്രമാണ് നെറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ആ NTA-യുടെ വെബ്സൈറ്റിൽ യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റും ഇല്ല. അതുമാത്രമല്ല NTA വളരെ ധാർഷ്ട്യത്തോടുകൂടി, വളരെ ആ ഒരു രീതിയിൽ അഹങ്കാരത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി, മീൻസ് അങ്ങനെ ഒരു അതോറിറ്റി എടുക്കുന്ന ഏജൻസിയാണ്. അതായത് ഒരു തരത്തിലും ഞങ്ങൾ വിട്ടുവീഴ്ചയില്ല, എന്താ പറയുക അവകാശവാദം ഉന്നയിച്ചാലും ഞങ്ങൾ പരിഗണിക്കില്ല എന്ന് പറയുന്ന എത്രയോ പരാതികൾ, NTA-യെക്കുറിച്ച് എത്രയോ പരാതികൾ നേരത്തെ തന്നെ ഒരുപാട് പേർ ഫയൽ ചെയ്തിട്ടും യാതൊരു തരത്തിലും തിരിഞ്ഞു നോക്കാത്തൊരു ഏജൻസിയാണ് NTA. അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ചാക്കി അത് NTA നടത്തുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയതോടുകൂടി അതിലും വലിയ പരാതികൾ അതിനി വരാൻ പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി ഇരിക്കേണ്ടി വരും. കാരണം അതിൻ്റെ റിസൾട്ടും അതിൻ്റെ എക്സാമിനേഷനും ഒക്കെ ഇനി അടുത്തത് വരാൻ പോകുന്നേ ഉള്ളൂ, അഡ്മിഷൻ്റെ. അപ്പോൾ അതൊരു ഭാഗത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളുണ്ട്. ഇപ്പോൾ നെറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇങ്ങനൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് നീറ്റ് ഇത്രയധികം വലിയ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇത് വളരെ എളുപ്പം സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഇവർ കടന്നു പോകുമായിരുന്നു. ഇങ്ങനൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ NTA പെരുമാറുന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം NTA മുമ്പും അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നീറ്റ് വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടായത്. അതായത്
ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ആ നേരത്തെ നോട്ടിഫിക്കേഷനിലോ ഒരു സ്ഥലത്തും ഒരു തരത്തിലും മെൻഷൻ ചെയ്യാത്ത ഒരു ഗ്രേസ് മാർക്ക് എവിടെ നിന്നോ പൊട്ടി വീണ് കുറേ ആളുകൾക്ക് മാത്രം കൊടുക്കുകയും 20 ലക്ഷത്തിലധികം ആൾക്കാർ എഴുതിയ ഒരു പരീക്ഷയിൽ ആകെ 1563 പേർക്ക് മാത്രം ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കുകയും എങ്ങുമില്ലാതെ ഏതോ ഒരു സുപ്രീം കോടതി വിധി എടുത്തിട്ട് വരുന്നു. അതാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് ഇതിനകത്ത് വിവരമുള്ളവരില്ല എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലാണ് ഇവർ പല ന്യായീകരണങ്ങളും നടത്തുന്നുള്ളതാണ് സംഭവം. അതായത് ആ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടല്ലോ, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സുപ്രീം കോടതി ഇടപെടുന്നു. ഈ 1563 പേരുടെയും ഗ്രേസ് മാർക്ക് റദ്ദാക്കണമെന്നും അത് റീടെസ്റ്റ് നടത്തണമെന്നും പറയുന്നു. എന്തിനാ ഗ്രേസ് മാർക്ക് കൊടുത്ത്? പരീക്ഷയ്ക്ക് ലേറ്റ് ആയത്, പരീക്ഷ തുടങ്ങാൻ ലേറ്റ് ആയി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായി, അത് മാറ്റി കൊടുക്കുന്നതിന്റെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇതേ കാര്യം സംഭവിച്ച ഒരുപാട് കുട്ടികൾ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ പിന്നീട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അവർക്ക് പലർക്കും ഈ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടില്ല. ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകളാണ് അവർക്ക് ആ ഗ്രേസ് മാർക്ക് കിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ സെലക്റ്റഡ് ആയ 1563 പേർക്ക് മാത്രം കൊടുത്തു എന്നുള്ള ചോദ്യം ഉയർന്നതോടുകൂടിയാണ് ഇവർ കുറച്ച് പെട്ടുപോകുന്നത്. ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ താഴെ നീറ്റിന്റെ കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. നീറ്റിന്റെ കാര്യത്തിൽ എല്ലാ എക്സ്പ്ലനേഷനും NTA കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും NTAയുടെ വെബ്സൈറ്റിൽ നെറ്റ് ക്യാൻസൽ ചെയ്തു എന്നൊരു നോട്ടിഫിക്കേഷനോ ഒരു പുതിയ വാർത്തയോ ഒരു കാര്യവും റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. കാരണം ഇപ്പോഴും NTA ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. സർക്കാരിന് ഇത് കൈപൊള്ളിയത് കൊണ്ട് മാത്രം സർക്കാർ വകുപ്പിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഇത് കൂടുതൽ തീവ്രമായി വരാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അഡ്മിഷന്റെ അടുത്ത പരീക്ഷയിലും കൂടി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതെ, ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ ഒരു പ്രശ്നം, അതായത് ഇത് ബാധിക്കപ്പെടുന്നത് NTA-നെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിലും അതൊരു പരിധി വരെയാണ്. ഇത് ആക്ച്വലി ഇത് പൂർണ്ണമായിട്ടും ഇത് ഏറ്റവും ബാധിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിനെയാണ് ഇവിടുത്തെ സർക്കാരും ഈ പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലുള്ള ഓട്ടോണമി ഉള്ള അതോറിറ്റികളും ചോദ്യം ചെയ്യുന്നത്. അതായത് ഒരു വട്ടമല്ല ഇത് പറ്റുന്നത്, നിരന്തരം ഇത് പറ്റിക്കൊണ്ടിരിക്കും. നേരത്തെ ജിഷ്ണു പറയുന്ന പോലെ നിരന്തരം ഇന്ത്യക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഇങ്ങനെ ഉയർന്നിട്ടും അവരിതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ടി വന്നത് ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണെന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. അതായത് അല്ലെങ്കിൽ ഇതും ഇവർ ചുരുട്ടിക്കൂട്ടി ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് ആ പരാതി ആ വോട്ട് പുല്ലെന്നുള്ള രീതിയിലേക്ക് അവർ മാറിയാണ്. അപ്പോൾ ഈ ഓട്ടോണമിയെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ധിക്കാരത്തെ ഇതുവരെയും ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ് നിലവിലെ പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ മെനഞ്ഞാന്ന് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 0.001% എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവും നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്ത പക്ഷം ഇത് വളരെ ലാഘവത്തോടു കൂടി അവർ വളരെ ലാഘവത്തോട് നോട്ടിഫിക്കേഷൻ ഇറക്കിയ പോലെ തന്നെ അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ അതിങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ അവർ വിടാനേ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. ഈ സുപ്രീം കോടതിയുടെ ഉത്തരവും ഈ നീറ്റ് പരീക്ഷയുടെ പ്രശ്നങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ NTA ഒരു റദ്ദാക്കലിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ റദ്ദാക്കലിലേക്ക് കൊണ്ടുപോകുമ്പോഴും സത്യത്തിൽ NTAക്ക് പറ്റിയൊരു പ്രശ്നം അതിന്റെ എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടത് ഇപ്പം വിദ്യാർത്ഥികളുടെ ഒരു ചുമതലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.